എല്ലാം കൂടി ഒന്നിച്ച് ടൈപ്പ് ചെയ്യണ്ട കേട്ടോ ആൻസർ. ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കി പോവാം. ജസ്റ്റ് നിങ്ങൾക്ക് അറിയുന്നതല്ലേ എല്ലാം ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2-3 എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഹി റിസംബിൾസ് ഡാഷ് ഹിസ് ഫാദർ. ഞാൻ ഇതിന്റെ എല്ലാ പ്രിപ്പോസിഷന്റെയും ഓപ്ഷൻസ് അടിയിൽ ഒന്നിച്ചാണ് ടൈപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിൽ നിന്നൊരു ഓപ്ഷൻ പറയാം. എല്ലാ ക്വസ്റ്റ്യന്റെയും ഓപ്ഷൻസ് ആയിട്ട് വരുന്നതാണ് അറ്റ്, ഇൻ, ബൈ, ഫ്രം, ടു, ഓൺ, നോ പ്രിപ്പോസിഷൻ. ഇതിൽ ഏതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ? ഹി റിസംബിൾസ് ഡാഷ് ഹിസ് ഫാദർ. ഹി റിസംബിൾസ് ഡാഷ് ഹിസ് ഫാദർ. റിസംബിൾസിന് ശേഷം ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. റിസംബിൾസിന് ശേഷം ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ഏതാണ്? ഒന്നും വേണ്ട അല്ലെ. റിസംബിൾസ് എന്നുള്ള വേർഡിന് ശേഷം നമ്മൾ എന്ത് ഉപയോഗിക്കുന്ന? പെട്ടെന്ന് നമുക്ക് റിസംബിൾസ് ടു എന്നൊക്കെ പറയാൻ തോന്നും. പക്ഷെ എന്ത് വേണ്ട, റിസംബിൾസ് എന്നുള്ള വേർഡിന് ശേഷം എന്ത് ഉപയോഗിക്കേണ്ട? പ്രിപ്പോസിഷൻ ഒന്നും ഉപയോഗിക്കേണ്ട. റിസംബ്ലൻസ് ആണെങ്കിൽ നമുക്ക് ടു ഉപയോഗിക്കാം. റിസംബ്ലൻസ് ആണെങ്കിൽ ടു ഉപയോഗിക്കാം. പക്ഷെ റിസംബിൾസിന് ശേഷം എന്താണ്? പ്രിപ്പോസിഷൻ ഒന്നും വേണ്ട. അപ്പൊ എന്തിത്ര മതി? ഹി റിസംബിൾസ് ഹിസ് ഫാദർ, അത്രയും മതി. അവിടെ വേറെ ഒരു പ്രിപ്പോസിഷന്റെ ആവശ്യമില്ല. അപ്പൊ നോ പ്രിപ്പോസിഷൻ ആയിരിക്കും, ചിലപ്പോൾ നൺ ഓഫ് ദീസ് ആയിരിക്കും. അപ്പൊ ഏതാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എഴുതാം. എന്തായാലും റിസംബിൾസ് എന്നുള്ള ഇതിന് ശേഷം എന്ത് ഉപയോഗിക്കേണ്ട? പ്രിപ്പോസിഷൻ ഒന്നും തന്നെ യൂസ് ചെയ്യേണ്ട. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഹി ഇൻസിസ്റ്റഡ് ഡാഷ് ഗോയിങ് ടു ന്യൂഡൽഹി. ഹി ഇൻസിസ്റ്റഡ് ഡാഷ് ഗോയിങ് ടു ന്യൂഡൽഹി. ഇൻസിസ്റ്റഡ് എന്നുള്ള വേർഡിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ഏതാണ്? ഇൻ ആണോ, ഓൺ ആണോ, ബൈ ആണോ, ടു ആണോ? ഇൻസിസ്റ്റഡ് എന്നുള്ള വേർഡിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ഏതാണ്? ഇൻസിസ്റ്റിന് ശേഷം ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ആണ് ഓൺ. അതെ, ഇൻസിസ്റ്റ് ഓൺ എന്നല്ലേ പറയാ. ഇൻസിസ്റ്റ് ഓൺ. അപ്പൊ ആ ഒരു വേർഡ് പഠിക്കുമ്പോൾ പ്രിപ്പോസിഷൻ കൂട്ടി പഠിക്കുക. ഇൻസിസ്റ്റ് ഓൺ എന്ന് പഠിക്കുക. അപ്പൊ ഹി ഇൻസിസ്റ്റഡ് ഓൺ ഗോയിങ് ടു ന്യൂഡൽഹി. ഹി ഇൻസിസ്റ്റഡ് ഓൺ ഗോയിങ് ടു ന്യൂഡൽഹി ആണ്. ഇൻസിസ്റ്റിന് ശേഷം ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ഓൺ ആണ്. എഴുതിയെടുക്കുന്നവർക്ക് സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ പറയാട്ടോ, ഞാൻ സ്പീഡ് കുറയ്ക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. I am obliged dash you for your kindness. I am obliged dash you for your kindness. Obliged എന്നുള്ള വേർഡിന് ശേഷം ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ഏതാണ്? ടു ആണോ, വിത്ത് ആണോ, ഓൺ ആണോ, ഫോർ ആണോ? ഒബ്ലീഗ്ഡിന് ശേഷം ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ഏതാണെന്ന് അറിയോ? ഒബ്ലീഗ്ഡ് ടു. ഒബ്ലീഗ്ഡ് ടു എന്നാണ് പറയാ. അതെ, കറക്റ്റ് ആണ്. ഒബ്ലീഗ്ഡ് ടു. അപ്പൊ അതിന് മുന്നേ എന്ത് പറഞ്ഞു? ഇൻസിസ്റ്റ് ഓൺ, ഒബ്ലീഗ്ഡ് ടു. ഇൻസിസ്റ്റ് ഓണും ഒബ്ലീഗ്ഡ് ടുവും. അപ്പൊ മൂന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണ്? ഐ ആം ഒബ്ലീഗ്ഡ് ടു യു ഫോർ യുവർ കൈൻഡ്നെസ്. മൂന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ടു ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അറ്റ് ദ സ്ട്രോക്ക് ഓഫ് ദ ബെൽ ഓൾ സ്റ്റുഡൻസ് എൻറ്റർ ഡാഷ് ദ ഹോൾ. ബെല്ല് കേട്ടപ്പോ എല്ലാ സ്റ്റുഡൻസും ക്ലാസ്സിൽ എൻറ്റർ ചെയ്തു. അപ്പൊ ഈ എൻറ്റേർഡ് എന്നുള്ള വേർഡിന് ശേഷം ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ഏതാണ്? എൻറ്റേർഡ് ഓപ്ഷൻസ് into, in, along, no preposition. ഏതാ ഉപയോഗിക്കുക? എൻറ്റേർഡിന് ശേഷം ഇൻ ആണോ? അല്ല കേട്ടോ. എൻറ്റേർഡ് എന്നുള്ള വേർഡിന് ശേഷം നമ്മൾ പ്രിപ്പോസിഷൻ ഒന്നും തന്നെ യൂസ് ചെയ്യില്ല. നോ പ്രിപ്പോസിഷൻ ആണ്. അതായത് എല്ലാ എൻറ്റേർഡിന് ശേഷമല്ല, നമ്മളത് പ്രവേശിക്കുക എന്നുള്ള അർത്ഥത്തിൽ പറയുമ്പോൾ നമ്മൾ എന്ത് ഉപയോഗിക്കേണ്ട? എൻറ്റേർഡിന് ശേഷം. നമുക്ക് പറയുമ്പോൾ നല്ല എളുപ്പമുണ്ട്. എൻറ്റേർഡ് ഇൻ ഹോൾ അല്ലെങ്കിൽ എൻറ്റേർഡ് ഇൻ ടു ദ ഹോൾ. ഇൻടു എന്നായിരിക്കും മിക്കവാറും ഓപ്ഷൻ. ഇന്നും ഇൻടു ഒക്കെ ഓപ്ഷനിൽ ഉണ്ടാവും. അത് കേൾക്കുമ്പോൾ നമുക്ക് അത് എളുപ്പം അതാണെന്ന് തോന്നും. പക്ഷെ അങ്ങനെയല്ല. ഇൻറ്റും ഇന്നൊന്നും വരില്ല. എന്താണ്? അറ്റ് ദ സ്ട്രോക്ക് ഓഫ് ദ ബെൽ ഓൾ സ്റ്റുഡൻസ് എൻറ്റർ ദ ഹോൾ മതി. എൻറ്ററിന് ശേഷം എന്ത് വേണ്ട? ദ വേർഡ് എൻറ്റർ ഈസ് ഫോളോവ്ഡ് ബൈ നോ പ്രിപ്പോസിഷൻ. ഇനി ഒരു എൻറ്ററിന് ശേഷം പ്രിപ്പോസിഷൻ ഉപയോഗിക്കും. അത് എപ്പോഴാന്ന് വെച്ചാല് നമ്മൾ അതൊരു ഇപ്പോ ഹി എൻറ്റേർഡ് ഇൻ ടു ആൻ എഗ്രിമെന്റ്, അങ്ങനെയൊക്കെ ഒരു പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, തുടങ്ങുക, അങ്ങനെയൊക്കെയുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും. നമുക്ക് എന്ത് ഉപയോഗിക്കാം? എൻറ്റേർഡ് ഇൻ ടു എന്ന് ഉപയോഗിക്കാം. പക്ഷെ പ്രവേശിക്കുക എന്നുള്ള അർത്ഥത്തിൽ പറയുമ്പോൾ നമ്മൾ എന്ത് വേണ്ട? എൻറ്റേർഡിന് ശേഷം പ്രിപ്പോസിഷൻ ഒന്നും വേണ്ട. മനസ്സിലായോ? അപ്പൊ എൻറ്റേർഡിന് രണ്ട് റൂൾ ഉണ്ട്. ഇവിടെ എൻറ്റേർഡിന് ശേഷം പ്രിപ്പോസിഷൻ ഒന്നും വേണ്ട. പ്രവേശിക്കുക എന്നുള്ള അല്ലെങ്കിൽ അകത്തേക്ക് കയറുക എന്നുള്ള അർത്ഥത്തിൽ ഇവിടെ പറയുന്നത് എല്ലാ സ്റ്റുഡൻസും അകത്തേക്ക് കയറി എന്നുള്ള അർത്ഥമല്ലേ. അവിടെ എൻറ്റേർഡിന് ശേഷം പ്രിപ്പോസിഷൻ ഒന്നും വേണ്ട. പക്ഷേ they entered dash an agreement എന്ന് പറയുമ്പോൾ അവിടെ എന്ത് വേണം? അവിടെ into വേണം. അവിടെ into വേണം, പക്ഷെ ഇവിടെ വേണ്ട. അതായത് പ്രവേശിക്കുക എന്നുള്ള അർത്ഥത്തിൽ പറയുമ്പോൾ പ്രിപ്പോസിഷൻ വേണ്ട. അതുപോലെ to begin, to participate എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുമ്പോൾ into യൂസ് ചെയ്യണം. മനസ്സിലായോ? enteredന്റെ റൂള് മനസ്സിലായോ?
അടുത്ത ക്വസ്റ്റ്യൻ, ഹി ഡൈഡ് ഡാഷ് സ്നേക്ക് ബൈറ്റ്. ഹി ഡൈഡ് ഡാഷ് സ്നേക്ക് ബൈറ്റ്. ഡൈഡിന് കുറെ റൂൾ ഉണ്ട് അല്ലെ. ഡൈഡ് ഇൻ, ഡൈഡ് ഓഫ്, ഡൈഡ് ബൈ, ഡൈഡ് ഓൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഡൈഡിന് ഒരുപാട് റൂളുകൾ വരുന്നുണ്ട്. ഇവിടെ എന്താ പറയുക, സ്നേക്ക് ബൈറ്റ്, പാമ്പ് കടിച്ചു മരിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് ഏതിലാ പെടുക? ഡൈഡ് ഓൺ ആണോ, ഡൈഡ് ഇൻ ആണോ, ഡൈഡ് ഫ്രം ആണോ, ഡൈഡ് ബൈ ആണോ? ഡൈഡ് ഫ്രം ആണ് അല്ലെ. നമ്മൾ ഇൻഡയറക്ട് കോസിൽ മരിക്കുമ്പോൾ നമ്മൾ എന്താ ഉപയോഗിക്കുക? ഡൈഡ് ഫ്രം ആണ് ഉപയോഗിക്കുക. ആക്സിഡന്റ് ആണെങ്കിൽ ഡൈഡ് ഇൻ ആക്സിഡന്റ്. ഇവിടെ ഒരു ഇൻഡയറക്ട് കോസ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ഉപയോഗിക്കും? ഡൈഡ് ഫ്രം സ്നേക്ക് ബൈറ്റ്. ഹി ഡൈഡ് ഫ്രം സ്നേക്ക് ബൈറ്റ് എന്നാണ് പറയുക. അടുത്തത്, ഹി ഡൈഡ് ഡാഷ് ഹിസ് ഓൺ ഹാൻഡ്സ്. സ്വന്തം കൈയാളിൽ മരിച്ചു. അപ്പൊ ഡൈഡിന് ശേഷം എന്താ ഉപയോഗിക്കുക? സ്വന്തമായിട്ട് മരിക്കുമ്പോൾ, സൂയിസൈഡ് ഒക്കെ നടക്കുമ്പോൾ നമ്മൾ ഡൈഡിന് ശേഷം ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ഏതാണ്? അവിടെ ഡൈഡ് ബൈ ആണ് അല്ലെ. അതായത് ആക്സിഡന്റിന് ശേഷം, ഡൈഡിന്റെ എല്ലാ റൂളും നോക്കാം. രോഗങ്ങൾ മൂലം, എന്തെങ്കിലും അസുഖങ്ങളൊക്കെ മൂലം മരിക്കുകയാണെങ്കിൽ, ക്യാൻസർ അങ്ങനെയൊക്കെ എന്തെങ്കിലും അസുഖങ്ങൾ മൂലം മരിക്കുകയാണെങ്കിൽ നമ്മൾ ഡൈഡ് ഓഫ് എന്ന് പറയും അല്ലെ. എന്തെങ്കിലും രോഗങ്ങൾ കൊണ്ടാണ് മരിക്കണമെന്നുണ്ടെങ്കിൽ ഡൈഡ് ഓഫ് ഡിസീസ് എന്ന് പറയും. രോഗമല്ലാത്ത ഒരു ഇൻഡയറക്ട് കോസ്, വല്ല പട്ടിണി അല്ലെങ്കിൽ ലോസ് ഓഫ് ബ്ലഡ്, സ്നേക്ക് ബൈറ്റ് അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് വരും? ഡൈഡ് ഫ്രം ഉപയോഗിക്കും. ഡൈഡ് ഫ്രം. ഇനി രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷി ആവുകയാണെന്ന് വിചാരിക്കും. അപ്പൊ ഇന്ദിരാഗാന്ധി ഡൈഡ് ഡാഷ് ഹിസ് കൺട്രി. അപ്പൊ അവിടെ എന്താ വരിക? ഒരു രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിയൊക്കെ ആയാൽ അപ്പൊ ഡൈഡിന് ശേഷം ഉപയോഗിക്കുന്നത് എന്താണ്? ഫോർ ആണ് ഉപയോഗിക്കുക. ഇന്ദിരാഗാന്ധി ഡൈഡ് ഫോർ ഹിസ് കൺട്രി എന്നാണ് പറയുക. ഡൈഡ് ഫോർ. ഓക്കെ. ആക്സിഡന്റ് ആണെങ്കിൽ നമ്മൾ ആദ്യമേ പറഞ്ഞു ഡൈഡ് ഇൻ. ആക്സിഡന്റ് ആണെങ്കിൽ ഡൈഡ് ഇൻ. സ്വന്തം കൈയായിട്ട് മരിക്കുകയാണെങ്കിൽ, അത് എന്താ സൂയിസൈഡ് ചെയ്യുകയാണെങ്കിൽ ബൈ. ഹി ഡൈഡ് ബൈ ഹിസ് ഓൺ ഹാൻഡ്സ്. അപ്പൊ ഡൈഡിന്റെ എല്ലാ റൂളും മനസ്സിലായല്ലോ. ഡൈഡിന്റെ എല്ലാം മനസ്സിലായില്ലേ? ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പറയണേ. കുറച്ചധികം ക്വസ്റ്റ്യൻസ് നോക്കാനുണ്ട്. അപ്പൊ അത്യാവശ്യം സ്പീഡിൽ ഞാൻ പറയും. ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചിടുക. ഓക്കെ. അപ്പൊ അഞ്ചാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണ്? ഹി ഡൈഡ് ഫ്രം സ്നേക്ക് ബൈറ്റ്. ആറാമത്തെ ഹി ഡൈഡ് ബൈ ഹിസ് ഓൺ ഹാൻഡ്സ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ഏതാണോ ഒന്നുകൂടെ പറയേണ്ടത്? ഈ ഡൈഡിന്റെ റൂളുകളാണോ? ഡൈഡിന്റെ എല്ലാ റൂളുകളാണോ ഒന്നും കൂടെ പറയാൻ പറഞ്ഞത്? ഓക്കെ. അതായത് നമ്മൾ ഒരു അസുഖം വന്നിട്ടാണ് മരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? ഡൈഡ് ഓഫ് ഡിസീസ് എന്ന് പറയും. ഡൈഡ് ഓഫ്. അസുഖം വന്നിട്ടാണെങ്കിൽ ഡൈഡ് ഓഫ്. അസുഖമല്ല, ഒരു ഇൻഡയറക്ട് കോസ് കൊണ്ടാണ് മരിക്കുന്നത്. നമുക്കൊരു അസുഖം എന്ന് അതിന് പറയാൻ പറ്റില്ല. അപ്പൊ ഒരു സ്നേക്ക് ബൈറ്റ് ഒരു അസുഖമാണോ? അല്ല. പട്ടിണി ഒരു അസുഖമാണോ? അല്ല. ലോസ് ഓഫ് ബ്ലഡ് അതൊന്നും ഒരു അസുഖമല്ലല്ലോ, അതൊരു ഇൻഡയറക്ട് കോസ് എന്നാണ് അതിനെ പറയുക. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ഡൈഡ് ഫ്രം എന്ന് പറയും. ഡൈഡ് ഫ്രം. ഇനി ഒരു രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷി ആയിട്ടാണ് മരിക്കണമെങ്കിൽ അങ്ങനെയുള്ള കേസിൽ ഡൈഡ് ഫോർ എന്ന് പറയും. രാജ്യത്തിന് വേണ്ടി. അപ്പൊ ഡൈഡ് ഫോർ എന്ന് പറയും. ആക്സിഡന്റിലാണ് മരിക്കണമെങ്കിൽ ഡൈഡ് ഇൻ ആക്സിഡന്റ്. ആക്സിഡന്റ് വഴിയാണ് മരിക്കണമെങ്കിൽ ഡൈഡ് ഇൻ ആക്സിഡന്റ്. ഇനി ആത്മഹത്യയാണ്, സ്വന്തം കയ്യാലെ മരിക്കുകയാണെങ്കിൽ ഡൈഡ് ബൈ സൂയിസൈഡ് അല്ലെങ്കിൽ ഡൈഡ് ബൈ ഹിസ് ഓൺ ഹാൻഡ്സ്. ഓക്കെ. ഇത്രയാണ് ഡൈഡിന്റെ റൂൾസ് കേട്ടോ. അടുത്തത്, ഹി പാർക്ക്ഡ് ഹിസ് വെഹിക്കിൾ ഡാഷ് ദ ഷെയ്ഡ് ഓഫ് ദ ട്രീ. ഹി പാർക്ക്ഡ് ഹിസ് വെഹിക്കിൾ ഡാഷ് ദ ഷെയ്ഡ് ഓഫ് ദ ട്രീ. അതിന് ഓപ്ഷൻസ് അണ്ടർ, ഇൻ, ഓൺ, നോ പ്രിപ്പോസിഷൻ. എന്താ വരിക? ഹി പാർക്ക്ഡ് അണ്ടർ ദ ഷെയ്ഡ് ഓഫ് ദ ട്രീ എന്നാണോ, ഓൺ ദ ഷെയ്ഡ് ഓഫ് ദ ട്രീ എന്നാണോ, ഇൻ ദ ഷെയ്ഡ് ഓഫ് ദ ട്രീ എന്നാണോ? പെട്ടെന്ന് നമ്മൾ മരത്തിന്റെ അടിയിലല്ലേ, അപ്പൊ അണ്ടർ എന്ന് പറയാൻ തോന്നും. ഇതിൽ മിക്കവാറും അണ്ടർ എന്നുള്ള ഓപ്ഷനിൽ വരും കേട്ടോ. പക്ഷെ അണ്ടർ അല്ല പറയാ, നമ്മൾ ഇൻ ദ ഷെയ്ഡ് ഓഫ് ദ ട്രീ എന്നാ പറയാ. ഷെയ്ഡിനുള്ളിൽ. ഷെയ്ഡിന് താഴെ എന്നല്ല പറയാ, ഷെയ്ഡിനുള്ളിൽ എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ട് അണ്ടർ എന്ന് വരുമ്പോ, ഓപ്ഷനിൽ അണ്ടർ വരുമ്പോ അണ്ടർ എഴുതാൻ തോന്നും.
തണലിന് താഴെയല്ലേ വാഹനം പാർക്ക് ചെയ്യുക എന്നുള്ള അർത്ഥത്തില്. പക്ഷെ അണ്ടർ അല്ല ഉപയോഗിക്കുക. എന്താ ഉപയോഗിക്കുക? ഹി പാർക്ക്ഡ് ഹിസ് വെഹിക്കിൾ ഇൻ ദ ഷെയ്ഡ് ഓഫ് ദ ട്രീ. ഷെയ്ഡിന്റെ ഉള്ളില്, ഇൻ ദ ഷെയ്ഡ് ഓഫ് ദ ട്രീ എന്നുള്ള അർത്ഥത്തില് ഇൻ ആണ് ഉപയോഗിക്കുക, അണ്ടർ അല്ല കേട്ടോ. ഇതിൽ ഓപ്ഷനിൽ അണ്ടർ കൊടുക്കാത്തതുകൊണ്ട് ഡൗട്ട് വരില്ല. പക്ഷെ ഈ ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് വരുമ്പോൾ അണ്ടർ ഓപ്ഷനിൽ വരും. അണ്ടർ ഓപ്ഷനിൽ വന്നാലും എന്ത് തന്നെ എഴുതണം? ഇൻ തന്നെ എഴുതണം. ഹി പാർക്ക്ഡ് ഹിസ് വെഹിക്കിൾ ഇൻ ദ ഷെയ്ഡ് ഓഫ് ദ ട്രീ. ഓക്കെ, അടുത്ത പ്രിപ്പോസിഷന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. മീറ്റ് മീ ഡാഷ് ദ ഫ്ലവർ ഷോപ്പ്. മീറ്റ് മീ ഡാഷ് ദ ഫ്ലവർ ഷോപ്പ്. ഫ്ലവർ ഷോപ്പിൽ വെച്ചിട്ട് മീറ്റ് ചെയ്യാം എന്നാണ് പറയുന്നത്. ഇപ്പൊ ഇൻ ആണോ, ഓൺ ആണോ, അറ്റ് ആണോ, നോ പ്രിപ്പോസിഷൻ ആണോ? മീറ്റ് മീ ഡാഷ് ദ ഫ്ലവർ ഷോപ്പ്. കറക്റ്റ് സ്ഥലം പറയുന്നുണ്ട് അല്ലെ? ഇന്ന സ്ഥലത്ത് വെച്ച് കാണാം. ഫ്ലവർ ഷോപ്പ് എടുത്ത് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ഒരു എക്സാക്ട് സ്ഥലം പറയുന്നതുകൊണ്ട് നമ്മൾ എന്ത് പറയണം? ഒരു കറക്റ്റ് പ്ലേസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ എന്ത് ഉപയോഗിക്കും? അറ്റ് ദ ഫ്ലവർ ഷോപ്പ്. മീറ്റ് മീ അറ്റ് ദ ഫ്ലവർ ഷോപ്പ്. ഓക്കെ, ക്ലിയർ ആയോ? ഈ പറഞ്ഞ ഇത്രയും മാത്രമൊന്നുമല്ല, ഇനിയും പ്രിപ്പോസിഷൻസ് ഉണ്ട്. അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, ഇത്രയും പ്രിപ്പോസിഷൻ ക്ലിയർ ആയോ? അടുത്തത് ആർട്ടിക്കിളിന്റെ ഭാഗത്തുനിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ആർട്ടിക്കിളിന്റെ ഭാഗത്തുനിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടു ജാർസ് ആർ കണക്റ്റഡ് ബൈ ഡാഷ് യൂട്യൂബ്. ഇതൊരു ആർട്ടിക്കിൾ ആയതുകൊണ്ട് എ ആൻഡ് ദ നോ ആർട്ടിക്കിൾ. ഈ 4 ഓപ്ഷനിൽ എപ്പോഴും എന്തായാലും ഉണ്ടാവുള്ളൂ എ ആൻഡ് ദ നോ ആർട്ടിക്കിൾ. അതുകൊണ്ട് സെപ്പറേറ്റ് ടൈപ്പ് ചെയ്തിട്ടില്ല. ഈ 4 ഓപ്ഷനിലുള്ള ഒരു ഓപ്ഷൻ പറയുക. ദ ടു ജാർസ് ആർ കണക്റ്റഡ് ബൈ ഡാഷ് യൂട്യൂബ്. 2 ജാറ് കണക്ട് ചെയ്തിരിക്കുന്നത് യൂട്യൂബിൽ വെച്ചുകൊണ്ടാണ്. അപ്പൊ നമ്മൾ എന്താ പറയാ? യൂട്യൂബ് എന്നാണ്. യു ആയതുകൊണ്ട് സ്വരാക്ഷരാണോ വ്യഞ്ജനാക്ഷരാണോ? വ്യഞ്ജനാക്ഷരാണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതിയാൽ മതി? എ മതി. ദ ടു ജാർസ് ആർ കണക്റ്റഡ് ബൈ എ യൂട്യൂബ്. എ യു ആയതുകൊണ്ട് എ മതി. പ്രൊണൗൺസിയേഷൻ എ യു ആയതുകൊണ്ട് എ യൂട്യൂബ് എന്ന് മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് മാൻ ഇൻ വൈറ്റ് ഷർട്ട് ഈസ് മൈ ഫ്രണ്ട്. ഡാഷ് മാൻ ഇൻ വൈറ്റ് ഷർട്ട് ഈസ് മൈ ഫ്രണ്ട്. അവിടെ എന്താ വരിക? എ മാൻ ആണോ, ആൻ മാൻ ആണോ, ദ മാൻ ആണോ? അവിടെ സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട് അല്ലെ? ആ വൈറ്റ് ഷർട്ട് ഉള്ള ആള് എന്റെ ഫ്രണ്ട് ആണെന്നാണ് പറയുന്നത്. അപ്പൊ ഒരു കാര്യം സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട്. സ്പെസിഫൈ ചെയ്ത് പറഞ്ഞാൽ നമ്മൾ എന്ത് ഉപയോഗിക്കണം? ദ ഉപയോഗിക്കണം. ദ മാൻ ഇൻ വൈറ്റ് ഷർട്ട് ഈസ് മൈ ഫ്രണ്ട്. അവിടെ ആ ഒരു വ്യക്തിയെ എടുത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് എന്ത് ഉപയോഗിക്കണം? ദ മാൻ ഇൻ വൈറ്റ് ഷർട്ട് ഈസ് മൈ ഫ്രണ്ട്. ഓക്കെ, അടുത്തത്, ഡാഷ് മൗണ്ട് എവറസ്റ്റ് ഈസ് ദ ഹയസ്റ്റ് മൗണ്ടെയിൻ ഇൻ ദ വേൾഡ്. ഡാഷ് മൗണ്ട് എവറസ്റ്റ് ഈസ് ദ ഹയസ്റ്റ് മൗണ്ടെയിൻ ഇൻ ദ വേൾഡ്. എ ആണോ, ആൻ ആണോ, ദ ആണോ, നോ ആർട്ടിക്കിൾ ആണോ? എ ആൻഡ് ദ, നോ ആർട്ടിക്കിൾ. ഡാഷ് മൗണ്ട് എവറസ്റ്റ് ഈസ് ദ ഹയസ്റ്റ് മൗണ്ടെയിൻ ഇൻ ദ വേൾഡ്. പർവ്വതങ്ങളുടെ നമ്മൾ എങ്ങനെയാ പറയാ? ഒറ്റ പർവ്വതമാണെങ്കിൽ നമുക്ക് അവിടെ ആർട്ടിക്കിൾ ഒന്നും വേണ്ട. പക്ഷെ ഒരു കൂട്ടത്തെയാണ്, ഒരു പർവ്വതങ്ങളുടെ ഒരു കൂട്ടത്തെയാണ് നമ്മൾ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തുപയോഗിക്കണം? എന്തുപയോഗിക്കും? അവിടെ ദ ഉപയോഗിക്കും. ഇവിടെ ഒരു മൗണ്ട് എവറസ്റ്റ്, ഒറ്റ ഒരു പർവ്വതത്തെ കുറിച്ചല്ലേ പറയുന്നുള്ളൂ. അങ്ങനെ ഒറ്റ പർവ്വതം ആയതുകൊണ്ട് നമ്മൾ എന്ത് ഉപയോഗിക്കേണ്ട? ആർട്ടിക്കിൾ ദ ഉപയോഗിക്കേണ്ട. നോ ആർട്ടിക്കിൾ ആണ് വരിക. മൗണ്ട് എവറസ്റ്റ് ഈസ് ദ ഹയസ്റ്റ് മൗണ്ടെയിൻ ഇൻ ദ വേൾഡ്. ഇനി അതേ സമയത്ത് ഹിമാലയാസ് എന്നൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കണമായിരുന്നു? ദ ഹിമാലയാസ്. അതിന്റെ റൂൾ അറിയാലോ. ഓൾറെഡി ആർട്ടിക്കിൾ എല്ലാത്തിന്റെയും മിസ് ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ് എടുത്ത് തന്നാണല്ലോ. ഞാൻ അതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പൊ ഒരു പർവ്വതം ആയതുകൊണ്ട് നമുക്ക് എന്ത് വേണ്ട? ആർട്ടിക്കിൾ ഒന്നും വേണ്ട. ഇനി ഒരു കൂട്ടം, ഒരു ഗ്രൂപ്പ് ഓഫ് പർവ്വതമാണെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കും? ദ ഉപയോഗിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് അയൺ ഈസ് എ യൂസ്ഫുൾ മെറ്റൽ. ഡാഷ് അയൺ ഈസ് എ യൂസ്ഫുൾ മെറ്റൽ. ലോഹങ്ങളുടെ പേരിന് മുന്നിൽ ആർട്ടിക്കിൾ വേണോ വേണ്ടയോ? ലോഹങ്ങളുടെ പേരിന് മുന്നിൽ ആർട്ടിക്കിൾ വേണോ വേണ്ടയോ? വേണ്ട. അയൺ ഈസ് എ യൂസ്ഫുൾ മെറ്റൽ, അത്രയും മതി. ഇനി എപ്പോഴാ പറയാ? നമ്മൾ എടുത്തു പറയാണ് ഇന്ന അയൺ അല്ലെങ്കിൽ ഇന്ന ഗോൾഡ്.
അങ്ങനെ ഏതെങ്കിലും ഒരു കാര്യം എടുത്ത് സ്പെസിഫൈ ചെയ്ത് ഇന്ന കടയിലെ എന്നൊക്കെ അങ്ങനെ സ്പെസിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു കാര്യം എന്നല്ല, ഏതൊരു കേസിലും നമ്മൾ എന്തെങ്കിലും വ്യക്തിയെ കുറിച്ചോ അല്ലെങ്കിൽ ലോഹങ്ങളെ കുറിച്ചോ എന്തിനെ കുറിച്ചാണെങ്കിലും ആ ഒരു കാര്യം സ്പെസിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ നമ്മൾ അവിടെ ദ ഉപയോഗിക്കണം. ഇവിടെ ഒന്നും സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല. അയൺ ഒരു യൂസ്ഫുൾ മെറ്റൽ ആണ്, അത്രേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് അവിടെ എന്ത് വേണ്ട? നോ ആർട്ടിക്കിൾ ആണ്. അയൺ ഈസ് എ യൂസ്ഫുൾ മെറ്റൽ. ആർട്ടിക്കിൾ ഒന്നും തന്നെ വേണ്ട. അടുത്ത ക്വസ്റ്റ്യൻ. ഇറ്റ് ഈസ് ഡാഷ് ബുക്ക് ദാറ്റ് ഐ വോൺ ദ പ്രൈസ്. ഇറ്റ് ഈസ് എ ബുക്ക് ആണോ, ആൻ ബുക്ക് ആണോ, ദ ബുക്ക് ആണോ, നോ ആർട്ടിക്കിൾ ആണോ? ഇറ്റ് ഈസ് ഡാഷ് ബുക്ക് ദാറ്റ് ഐ വോൺ ദ പ്രൈസ്. ഞാൻ പ്രൈസ് നേടിയ ബുക്കിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അവിടെ എന്തുണ്ട്? ഏതെങ്കിലും ബുക്ക് അല്ലല്ലോ, പ്രൈസ് നേടിയ ഒരു ബുക്കിനെ കുറിച്ചല്ലേ പറയണത്. അപ്പൊ അവിടെ എന്ത് വേണം? ദ വേണം. ഇറ്റ് ഈസ് ദി ബുക്ക് ദാറ്റ് ഐ വോൺ ദ പ്രൈസ്. എടുത്തു പറയുന്ന ദാറ്റ് ഐ വോൺ ദ പ്രൈസ്, ഞാൻ പ്രൈസ് മേടിച്ച ബുക്കാണ്. അതുകൊണ്ട് എന്ത് ഉപയോഗിക്കും? ഇറ്റ് ഈസ് ദി ബുക്ക് ദാറ്റ് ഐ വോൺ ദ പ്രൈസ്. ഇതാണ് വരിക. ഓക്കെ, അടുത്തത് 6ാമത്തെ ക്വസ്റ്റ്യൻ. ഐ എൻജോയ്ഡ് ഡാഷ് ഡിന്നർ ബൈ മൈ സിസ്റ്റർ ഗേവ് മീ യെസ്റ്റർഡേ. ഡിന്നർ, ഡിന്നറിന് മുന്നിൽ ആർട്ടിക്കിൾ വേണോ വേണ്ടയോ? ഐ എൻജോയ് ഡാഷ് ഡിന്നർ മൈ സിസ്റ്റർ ഗേവ് മീ യെസ്റ്റർഡേ. ഇത് സെയിം റൂൾ തന്നെയാണ് വരുന്നത്. ഇവിടെ എന്താണ്? ഇവിടെയും ഏത് ഡിന്നറിനെ കുറിച്ചാണ് പറയുന്നത്? സിസ്റ്റർ ഇന്നലെ ഉണ്ടാക്കിയ ഡിന്നറിനെ കുറിച്ചാണ് പറയുന്നത്. അവിടെ സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട് ഇന്നലെ തന്ന ഡിന്നർ എന്ന്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്ത് ഉപയോഗിക്കും? ഐ എൻജോയ് ദ ഡിന്നർ മൈ സിസ്റ്റർ ഗേവ് മീ യെസ്റ്റർഡേ. ഇന്നലെ കഴിച്ച അല്ലെങ്കിൽ ഇന്നലെ തന്ന ആ ഒരു ഡിന്നറിനെ കുറിച്ച് പറയുന്നത് കൊണ്ട് അവിടെ എന്ത് വേണം? ആർട്ടിക്കിൾ ദ യൂസ് ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ. ഹി ഈസ് ഡാഷ് ഓണറബിൾ മാൻ. ഹി ഈസ് ഡാഷ് ഓണറബിൾ മാൻ. അറിയാലോ, പ്രൊനൗൺസിയേഷൻ നോക്കി എഴുതാവുന്നതേ ഉള്ളൂ. ഇവിടെ എന്താ നമ്മൾ ഉപയോഗിക്കുക? എ ആണോ, ആൻ ആണോ, നോ ആർട്ടിക്കിൾ ആണോ? ഹി ഈസ് ആൻ ഓണറബിൾ മാൻ. ഹി ഈസ് ആൻ ഓണറബിൾ മാൻ. ഓക്കെ, അടുത്തത് ലാസ്റ്റ് വൺ, ആർട്ടിക്കിളത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. മൈ ബ്രദർ ഈസ് സ്റ്റഡിയിങ് ഡാഷ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. മൈ ബ്രദർ ഈസ് സ്റ്റഡിയിങ് ഡാഷ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. ദ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്നാണോ അതോ നോ ആർട്ടിക്കിൾ ആണോ? എ ആണോ, ആൻ ആണോ? മൈ ബ്രദർ ഈസ് സ്റ്റഡിയിങ്, നോ ആർട്ടിക്കിൾ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിനെ കുറിച്ചാണ് പറയുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് എന്ത് ഉപയോഗിക്കേണ്ട? ആർട്ടിക്കിൾ ഒന്നും ഉപയോഗിക്കേണ്ട. ഇനി ഇതിൽ തന്നെ ദ വരുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ, അത് എവിടെയാണ്? നമ്മൾ യൂണിവേഴ്സിറ്റിയുടെ മുന്നിൽ ദ ഉപയോഗിക്കും. അത് എപ്പോഴാണ്? ഓഫ് ഉപയോഗിക്കുമ്പോൾ. അതായത് യൂണിവേഴ്സിറ്റിയുടെ പേരിൽ ഓഫ് ഉണ്ടെങ്കിൽ. ഇതിപ്പോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഇനി യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് എന്നാണ് പറയുന്നത്, നമ്മൾ എന്ത് ഉപയോഗിക്കും? മൈ ബ്രദർ ഈസ് സ്റ്റഡിയിങ് ദ യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ്, ദ യൂണിവേഴ്സിറ്റി ഓഫ് കേരള. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ എന്ത് ഉപയോഗിക്കും? ദ ഉപയോഗിക്കും. പക്ഷെ ഇവിടെ ആ സ്ഥലപ്പേരാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി, അങ്ങനെ തുടങ്ങുന്ന സാഹചര്യത്തിൽ എന്ത് വേണ്ട? ആർട്ടിക്കിൾ ഒന്നും തന്നെ വേണ്ട. മനസ്സിലായല്ലോ? അപ്പൊ ഇങ്ങനെ ഓർത്താൽ മതി. ഓഫ് ഉണ്ടെങ്കിൽ ദ ഉപയോഗിക്കണം, ഓഫ് ഒന്നും ഇല്ലെങ്കിൽ ആർട്ടിക്കിൾ യൂസ് ചെയ്യണ്ട. അങ്ങനെ ഓർത്താൽ മതി. ഇവിടെ എന്താ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് എന്ത് വേണ്ട? ആർട്ടിക്കിൾ ഒന്നും വേണ്ട, നോ ആർട്ടിക്കിൾ ആണ്. മനസ്സിലായോ? ആർട്ടിക്കിൾ ഒക്കെ ഓൾറെഡി നമ്മൾ ക്ലാസ് എടുത്ത് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. എന്നാലും കുറച്ച് ക്വസ്റ്റ്യൻസ് പറയണമെന്നേ ഉള്ളൂ. ഇത്രയും ക്ലിയർ ആയില്ലേ? ഈ 8 ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇംഗ്ലീഷ് ആണ് വേണ്ടെന്ന് വിചാരിക്കരുത്. ഒരിക്കലും സബ്ജക്റ്റ് അല്ലാട്ടോ റാങ്ക് മേക്കിംഗ്. റാങ്ക് മേക്കിംഗ് എപ്പോഴും ഇംഗ്ലീഷും GK മാത്സ് ആണ്. സബ്ജക്ട് പഠിച്ചെടുത്ത ഏതൊരു കുട്ടിക്ക് എന്ത് പഠിക്കാൻ പറ്റും? സുഖമായിട്ട് 40-41 മാർക്കിലേക്ക് എത്താൻ പറ്റും. പക്ഷെ ഇംഗ്ലീഷ് മാത്സ് GK അങ്ങനെയല്ല. നമ്മൾ എത്രമാത്രം പഠിച്ചു, നമ്മൾ പഠിച്ചത് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനൊരു കഴിവ് തന്നെ വേണം. സബ്ജക്ട് ഒരു പരിധി വിട്ട് വരില്ല. പക്ഷെ ഇംഗ്ലീഷ് മാത്സ് GK ആണ് എപ്പോഴും റാങ്ക് മേക്കിംഗ്. ഇംഗ്ലീഷ് മാത്സ് GK 24-23 റേഞ്ചിൽ മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഒരു 62 റേഞ്ചിൽ മാർക്ക് കിട്ടും. അതായത് 40 സബ്ജക്റ്റിൽ വരുത്തണം. 40-41 സബ്ജക്റ്റിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും നിങ്ങൾക്ക് നോക്കുക. സബ്ജക്ട് എനിക്ക് നല്ല കുഴപ്പമില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇംഗ്ലീഷ് മാത്സ് GK നോക്കുക. അത് എങ്ങനെ പോലും ടാലി ചെയ്തിട്ട് 62-ന് മേലെ മാർക്ക് വരുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുക. ഇതിപ്പോ സബ്ജക്ട് ഒരു 35, ഇംഗ്ലീഷ് മാത്സ് GK ഒരു 20 എന്ന് പറഞ്ഞാൽ എങ്ങനെ പോയാലും 55-ന് കൂടില്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരിക്കലും സംഭവിക്കരുത്. സബ്ജക്ട് ഒരു ബേസ് ഉണ്ടാക്കി വെച്ച ശേഷം ഇംഗ്ലീഷ് മാത്സ് GK നല്ലൊരു സ്കോർ വേണം. അതായത് ഇംഗ്ലീഷിൽ 3 10-10-10 അല്ലേ, 3-ൽ ഒരു 8-8-8 വെച്ച് വാങ്ങിക്കാൻ പറ്റണം.
അത് നിങ്ങൾ ചിലവർക്ക് മാത്സിൽ നല്ല കാലിബർ ഉള്ളവർക്ക് 10 കിട്ടുമായിരിക്കും. പക്ഷെ അതേ ആൾക്ക് ചിലപ്പോൾ ജിക്ക് അറിയില്ല. അപ്പൊ ജിക്കിൽ 4 2 3 മാർക്ക് കിട്ടും. അപ്പൊ കാര്യമില്ലല്ലോ. എങ്ങനെ പോയാലും ആ മാർക്ക് ഒന്ന് ടാലി ആക്കാൻ പറ്റണം. അതായത് ഇംഗ്ലീഷിലും മാത്സിലും ജിക്കിയിലും ഒരു ഷുവർ ആയിട്ട് 23 കുറയാത്തൊരു മാർക്ക് കിട്ടണം. എങ്കിൽ മാത്രമേ നമുക്ക് റാങ്ക് മേക്കിംഗ് അല്ലെങ്കിൽ ഒരു ലിസ്റ്റിൽ വരാൻ പറ്റുള്ളൂ. ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും സബ്ജക്ട് തന്നെ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ സബ്ജക്റ്റ് ഒക്കെ തൽക്കാലം നിർത്തുക എന്നല്ല, ഇത്രയും ദിവസം സബ്ജക്റ്റ് അല്ലേ കൂടുതൽ പഠിച്ച്, ഇനി സബ്ജക്ട് കുറച്ച് പഠിക്കുക. ഈ ഒരാഴ്ച കൂടുതൽ ഇമ്പോർട്ടൻസ് ഇംഗ്ലീഷ് മാത്സ് ജിക്ക് കൊടുക്കുക. മാത്സ് ഡെയിലി മാക്സിമം പറ്റുന്നത്ര ചെയ്യുക. 1 മണിക്കൂറൊക്കെ സബ്ജക്ട് വായിച്ചാൽ മതി. ഇനിയുള്ള ഒരാഴ്ച നന്നായിട്ട് ഇംഗ്ലീഷ് മാത്സ് ജിക്ക് വർക്ക്ഔട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, അടുത്ത പറയട്ടെ. പാർട്ടിക്കിളും പ്രിപ്പോസിഷൻസും ക്വസ്റ്റ്യൻസ് നോക്കി. ഇത്രയും ക്ലിയർ അല്ലേ? അടുത്ത് പറയട്ടെ. അടുത്ത് നമ്മൾ നോക്കുന്നത് ടെൻസിന്റെ ഭാഗത്തുനിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അടുത്ത് നോക്കുന്നത് ടെൻസിന്റെ ഭാഗത്തുനിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡോണ്ട് ഡിസ്റ്റർബ് ഹി ഡാഷ് അറ്റ് ദ മൊമെന്റ്. ഓപ്ഷൻസ് ഉണ്ട്, എ ബി സി ഡി എന്ന് പറഞ്ഞാൽ മതി. ഡോണ്ട് ഡിസ്റ്റർബ് ഹി ഡാഷ് അറ്റ് ദ മൊമെന്റ്. വാസ് സ്റ്റഡിയിങ് ആണോ, ഹാസ് സ്റ്റഡിയിങ് ആണോ, ഈ സ്റ്റഡിയിങ് ആണോ, ഹാഡ് സ്റ്റഡീഡ് ആണോ? എപ്പോഴും ടെൻസ് പഠിക്കുമ്പോൾ നമുക്ക് ഓരോന്നിനും ഒരു കീ വേർഡ് ഉണ്ടാവും അല്ലെ? അത് നോക്കിയാൽ മതി, അതിലുണ്ടോ നോക്കിയാൽ മതി. അറ്റ് ദ മൊമെന്റ്. അറ്റ് ദ മൊമെന്റ് ഉള്ളത് കൊണ്ട് അത് ഏത് ടെൻസിലാണ് ഉപയോഗിക്കുക? അറ്റ് ദ മൊമെന്റ് ആയതുകൊണ്ട് അതൊരു പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലാണ്. ആ സെന്റൻസ് എന്തിലാണ്? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലാണ്. അതുകൊണ്ട് ഏതാ വരിക? ഓപ്ഷൻ സി. ഡോണ്ട് ഡിസ്റ്റർബ് ഹി ഈസ് സ്റ്റഡിയിങ് അറ്റ് ദ മൊമെന്റ്. ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിമിഷം എന്താണ്? പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അതുകൊണ്ട് എന്താണ് ഉപയോഗിക്കുക? ഡോണ്ട് ഡിസ്റ്റർബ് ഹി ഈസ് സ്റ്റഡിയിങ് അറ്റ് ദ മൊമെന്റ്. അറ്റ് ദ മൊമെന്റ് ആയതുകൊണ്ട് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഐ ഹാവ് ജസ്റ്റ് ഡാഷ് ദിസ് മൂവി. ഐ ഹാവ് ജസ്റ്റ് ഡാഷ് ദിസ് മൂവി. റൈറ്റ് ആണോ, റോട്ട് ആണോ, റൈറ്റിംഗ് ആണോ, റിട്ടേൺ ആണോ? റൈറ്റ്, റോട്ട്, റിട്ടേൺ. ഏതാ വരിക? ഓപ്ഷൻ ഡി, റിട്ടേൺ ആണല്ലേ വരിക. അത് ഏത് ടെൻസിലാ? ജസ്റ്റ് വന്നിട്ടുണ്ട് അല്ലെ? ജസ്റ്റ് എന്നുള്ള കീവേഡ് ഉണ്ട്. ജസ്റ്റ് വന്നിട്ടുള്ളത് കൊണ്ട് ഏതാ ഉപയോഗിക്കുക? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലാണ്. ജസ്റ്റ് എന്നുള്ള വേർഡ് ഉള്ളതുകൊണ്ട് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഹാവിന് ശേഷം നമ്മൾ എന്ത് ഉപയോഗിക്കണം? V3 ഉപയോഗിക്കണം. ഹാവിന് ശേഷം V3 ഉപയോഗിക്കണം. റൈറ്റ്, റോട്ട്, റിട്ടേൺ എന്നല്ലേ പറയാ. അപ്പൊ ഐ ഹാവ് ജസ്റ്റ് റിട്ടേൺ ദിസ് മൂവി. റിട്ടേൺ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സുമേഷ് ഡാഷ് ഫ്രം ട്രെയിനിങ് 2 months ago. സുമേഷ് ഡാഷ് ഫ്രം ട്രെയിനിങ് 2 months ago. ഹാസ് റിട്ടേൺഡ് ആണോ, ഹാഡ് റിട്ടേൺഡ് ആണോ, റിട്ടേൺഡ് ആണോ, ഈസ് റിട്ടേണിംഗ് ആണോ? 2 months ago. അവിടെയും ഒരു കീ പോയിന്റ് ഉണ്ട്, 2 months ago. ടൈം സ്പെസിഫൈ ചെയ്ത് പറഞ്ഞുകൊണ്ട് തന്നെ അവിടെ എന്ത് മതി? സിമ്പിൾ പാസ്റ്റ് മതി. സിമ്പിൾ പാസ്റ്റ് മതി. ഇതിലേതാ സിമ്പിൾ പാസ്റ്റ്? റിട്ടേൺഡ് ആണ്. സുമേഷ് റിട്ടേൺഡ് ഫ്രം ട്രെയിനിങ് 2 months ago. കാരണം ഇങ്ങനത്തെ ടെൻസിന്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യുക? ഒരു കീ പോയിന്റ്സ് ഉണ്ടാവും, അത് നോക്കിയാൽ മതി. 2 months ago ടൈം സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് സിമ്പിൾ പാസ്റ്റ് ആണ്, അതുകൊണ്ട് റിട്ടേൺഡ് മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ബൈ ദിസ് ടൈം നെക്സ്റ്റ് ഇയർ ഹി ഡാഷ് ഹിസ് പ്രൊമോഷൻ. ബൈ ദിസ് ടൈം നെക്സ്റ്റ് ഇയർ, അടുത്ത കൊല്ലം ഈ സമയം പ്രൊമോഷൻ കിട്ടും. ഹാസ് റിസീവ്ഡ് ആണോ, വിൽ റിസീവ്ഡ് ആണോ, വിൽ ഹാവ് റിസീവ്ഡ് ആണോ, വിൽ ബി റിസീവ് ആണോ? ഫ്യൂച്ചറിൽ ഈ ഒരു ഫോർമാറ്റിൽ മാത്രം അധികം എക്സാമിന് ചോദിക്കുള്ളൂ. ഒരു ഡൗട്ട് ഇല്ലല്ലോ. വിൽ ഹാവ് റിസീവ്ഡ്, അടുത്ത വർഷം ഈ സമയമാകുമ്പോഴേക്കും പ്രൊമോഷൻ കിട്ടും എന്നല്ലേ പറയുന്നത്. അപ്പൊ ബൈ ദിസ് ടൈം നെക്സ്റ്റ് ഇയർ ഹി വിൽ ഹാവ് റിസീവ്ഡ് ഹിസ് പ്രൊമോഷൻ. വിൽ ഹാവ് റിസീവ്ഡ്. ഓപ്ഷൻ സി ആണ്. ഓക്കെ, എല്ലാവർക്കും ടെൻസ് ഒക്കെ നന്നായിട്ട് അറിയാം അല്ലെ? അടുത്തത്, the child dash from pneumonia since last week. The child dash from pneumonia since last week. ലാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് സിമ്പിൾ പാസ്റ്റ് എഴുതുവോ? ഇല്ല. സിൻസ് ലാസ്റ്റ് വീക്ക്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് വീക്ക് തൊട്ടിട്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് എന്താ വരിക? ഹാസ് ബീൻ സഫറിങ്.
പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അവിടെ സിൻസിന് ശേഷം ഒരു സ്റ്റാർട്ടിംഗ് ടൈം കൊടുത്തിട്ടുണ്ട് അല്ലെ. ഒരു സെന്റൻസിൽ സിൻസിന് ശേഷം ഒരു സ്റ്റാർട്ടിംഗ് ടൈം കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഏത് ടെൻസ് ആണ്? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഏതാ ഉപയോഗിക്കുക? has been suffering. The child has been suffering from pneumonia since last week. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അത്യാവശ്യം ടെൻസ് ഒക്കെ നന്നായിട്ട് അറിയാം. ഇത്രയും ക്ലിയർ അല്ലേ? ടെൻസിന് ഭാഗത്ത് ഇത്രയും ടൈപ്പ് ചെയ്തിട്ടുള്ളൂ. ഇത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത കുറച്ച് റൂൾസ്, നോർമൽ റൂൾസ്, യൂസ്ഡ് ടു എന്നൊക്കെ പറയാൻ നമ്മൾ നോർമലി എപ്പോഴും എക്സാമിന് വരുന്ന കുറച്ച് റൂളുകളില്ലേ, ആ റൂളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത് പറയട്ടെ? ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. He was used to dash when I was a schoolboy. He was used to dash when I was a schoolboy. ഏതാ വരിക? പ്ലേ ആണോ, പ്ലേയിങ് ആണോ, പ്ലേഡ് ആണോ, പ്ലേസ് ആണോ? ഓപ്ഷൻ ബി, പ്ലേയിങ് ആണ് അല്ലേ വരിക. യൂസ്ഡ് ടുവിന്റെ റൂൾ എന്താ? അപ്പോ യൂസ്ഡ് ടു, നോർമൽ കേസിൽ യൂസ്ഡ് ടുവിന് ശേഷം നമ്മൾ എന്ത് ഉപയോഗിക്കും? ഇവിടെ യൂസ്ഡ് ടുവിന് മുന്നിൽ എന്തുണ്ട്? വാസ് ഉണ്ട് അല്ലെ. യൂസ്ഡ് ടുവിന് മുന്നിൽ ബിയുടെ ഏതെങ്കിലും ഫോം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കും? ING ഫോം ഉപയോഗിക്കും. അല്ലാത്ത സാഹചര്യത്തിൽ അപ്പൊ ഹി യൂസ്ഡ് ടു മാത്രമാണെങ്കിൽ നമ്മൾ എന്താ ഉപയോഗിക്കുക? ബേസ് ഫോം ഓഫ് ദ വെർബ് ആണ് ഉപയോഗിക്കുക. പക്ഷെ ഇവിടെ ഹി വാസ് യൂസ്ഡ് ടു ആയതുകൊണ്ട് നമ്മൾ എന്ത് ഉപയോഗിക്കണം? വാസ് യൂസ്ഡ് ടു. വാസ് എന്നുള്ളത് കൊണ്ട് വാസ് എന്താണ്? വാസ്, വേർ, ഈസ്, ആം, ആർ ഇതൊക്കെ എന്താണ്? ബിയുടെ ഫോംസ് ആണ്. ഏതെങ്കിലും ഒരു ബിയുടെ ഫോം യൂസ്ഡ് ടുവിന് മുന്നിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കണം? ജെറണ്ട് ഫോം ഉപയോഗിക്കണം. അതാണ് ING ഫോം ഉപയോഗിക്കണം. അതർവൈസ് എന്ത് ചെയ്താൽ മതി? V1 യൂസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ റൂള് പഠിച്ചു. അറിയണ റൂൾ അല്ലേ യൂസ്ഡ് ടുവിന്റെ റൂള്. അടുത്ത ക്വസ്റ്റ്യൻ. You will take an umbrella in case it dash. You will take an umbrella. Rained, rains, is raining. അപ്പൊ ഇൻ കേസിന്റെ റൂൾ എന്താണ്? ഇൻ കേസ് എന്നുള്ള വേർഡിന്റെ റൂൾ എന്താണ്? ഇവിടെ ഏതാ വരിക? റെയിൻഡ് ആണോ, റെയിൻ ആണോ, റെയിൻസ് ആണോ, ഈസ് റെയിനിങ് ആണോ വരിക? ഓപ്ഷൻ സി, റെയിൻസ് ആണ് അല്ലേ വരിക. He will take an umbrella in case it rains. He will take an umbrella in case it rains. അതെന്താ ഇൻ കേസിന്റെ റൂള്? ഇൻ കേസിന് മുന്നിൽ സിമ്പിൾ ഫ്യൂച്ചർ വന്നാല് ഇൻ കേസിന് ശേഷം നമ്മൾ എന്ത് ഉപയോഗിക്കണം? സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിക്കേണ്ടത്. ഇൻ കേസിന് മുന്നിൽ സിമ്പിൾ ഫ്യൂച്ചർ വന്നാല് ഇൻ കേസിന് ശേഷം സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കണം. ഇറ്റ് എന്താണ്? സിംഗുലർ ആയതിനാൽ സിംഗുലർ വെർബ് ഉപയോഗിക്കുക. ഇറ്റ് സിംഗുലർ വെർബ് അല്ലേ? ഇറ്റ് സിംഗുലർ ആയതിനാൽ സിംഗുലർ വെർബ് ഉപയോഗിക്കുക. അതുകൊണ്ടാണ് എന്ത് വന്നത്? ഓപ്ഷൻ സി, റെയിൻസ് വന്നത്. ഇൻ കേസിന്റെ മുന്നിൽ സിമ്പിൾ ഫ്യൂച്ചർ ആണെങ്കിൽ ഇൻ കേസിന് ശേഷം സിമ്പിൾ പ്രസന്റ് ടെൻസ് ആയിരിക്കും. ഇൻ കേസിന് മുന്നിൽ സിമ്പിൾ ഫ്യൂച്ചർ ആണെങ്കിൽ ഇൻ കേസിന് ശേഷം സിമ്പിൾ പ്രസന്റ് ടെൻസ്. രണ്ട് റൂളായി. യൂസ്ഡ് ടുവിന്റെ റൂള് പറഞ്ഞു, ഇൻ കേസിന്റെ റൂള് പറഞ്ഞു. ഓപ്ഷൻ സി ആണ് ആൻസർ അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ. ഇറ്റ് ഈസ് വർത്ത് ഡാഷ് ട്രീസ്. ഇറ്റ് ഈസ് വർത്ത് പ്ലാന്റ് ആണോ, പ്ലാന്റിംഗ് ആണോ, ടു പ്ലാന്റ് ആണോ, പ്ലാന്റഡ് ആണോ? ഇറ്റ് ഈസ് വർത്ത് ഇതിന്റെ റൂൾ എന്താ? അപ്പോ ഇറ്റ് ഈസ് വർത്ത് പ്ലാന്റിംഗ്. ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഇറ്റ് ഈസ് വർത്ത് പ്ലാന്റിംഗ് ട്രീസ്. സിയോ? ടു പ്ലാന്റ് അല്ല, പ്ലാന്റിംഗ് ആണ് വരിക. ഇറ്റ് ഈസ് വർത്ത് പ്ലാന്റിംഗ് ട്രീസ്. നമ്മൾ ഇറ്റ് ഈസ് വർത്തിന് ശേഷം വെർബിന്റെ ING ഫോം ആണ് ഉപയോഗിക്കുക. ഇറ്റ് ഈസ് വർത്തിന് ശേഷം വെർബിന്റെ ING ഫോം ആണ് ഉപയോഗിക്കുക കേട്ടോ. ഓപ്ഷൻ സി അല്ല, ടു പ്ലാന്റ് അല്ല, പ്ലാന്റിംഗ് ആണ്. ഇറ്റ് ഈസ് വർത്ത് പ്ലാന്റിംഗ് ട്രീസ്. മനസ്സിലായല്ലോ? സി അല്ല, ഓപ്ഷൻ ബി ആണ്. ഇറ്റ് ഈസ് വർത്ത് പ്ലാന്റിംഗ് ട്രീസ്. ഇറ്റ് ഈസ് വർത്തിന് ശേഷം വെർബിന്റെ ING ഫോം. ഇറ്റ് ഈസ് വർത്ത് പ്ലസ് വെർബ് പ്ലസ് ING ഫോം എന്ന് എഴുതി വയ്ക്കുക. അപ്പോ ഇറ്റ് ഈസ് വർത്ത് പ്ലാന്റിംഗ് ട്രീസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. I like London, but I wouldn't like there. I like London, but I wouldn't like dash there. To live, living, to be living,
ടു ഹാവ് ലീവ്ഡ്. എനിക്ക് രണ്ടും ഇഷ്ടമാണ്, പക്ഷെ അവിടെ ഞാൻ താമസിക്കാൻ താല്പര്യമില്ല. അപ്പൊ വുഡ് ലൈക്കിന്റെ റൂൾ എന്താ? വുഡ് ലൈക്കിന്റെ റൂൾ എന്താണ്? വുഡ് ലൈക്കിന് ശേഷം എന്താ ഉപയോഗിക്കുക? ടു ലിവ് ആണോ, ലിവിങ് ആണോ, ടു ബി ലിവിങ് ആണോ, ടു ഹാവ് ലിവ്ഡ് ആണോ? വുഡ് ലൈക്കിന് ശേഷം ടു ഇൻഫിനിറ്റീവ് ആണ് വരിക. ടു പ്ലസ് ബേസ് ഫോം. അപ്പൊ ഏതാ വരിക? ടു ലീവ്. ഓപ്ഷൻ എ ആണ് കേട്ടോ. ഐ ലൈക്ക് ലണ്ടൻ ബട്ട് ഐ വുഡിൻ ലൈക്ക് ടു ലീവ് ദർ. ഐ ലൈക്ക് ലണ്ടൻ ബട്ട് ഐ വുഡിൻ ലൈക്ക് ടു ലീവ് ദർ. വുഡ് ലൈക്കിന്റെ റൂൾ എന്താണ്? വുഡ് ലൈക്കിന് ശേഷം ടു ഇൻഫിനിറ്റീവ്, ടു പ്ലസ് ബേസ് ഫോം ആണ് വരിക. ഐ ലൈക്ക് ലണ്ടൻ ബട്ട് ഐ വുഡിൻ ലൈക്ക് ടു ലീവ് ദർ. ഇതൊക്കെ പ്രീവിയസ് ചോദിച്ച ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഓക്കെ, അധികം പേര് ആൻസർ പറഞ്ഞു കേട്ടില്ല. വുഡ് ലൈക്കിന്റെ റൂള് കേട്ടിട്ടില്ലേ? ടു ഇൻഫിനിറ്റീവ്. ഓക്കെ, അടുത്തത് എപ്പോഴും ചോദിക്കാറുള്ളതാണ് ഇറ്റ് ഈസ് ടൈം അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഹൈ ടൈം. അതിനൊക്കെ 2-3 റൂൾ ഇല്ലേ? ഇറ്റ് ഈസ് ഹൈ ടൈം യു ഡാഷ് എ ജോബ്. ഫൈൻഡ് ആണോ, ഫൗണ്ട് ആണോ, ഹാവ് ഫൗണ്ട് ആണോ, ഫൈൻഡിങ് ആണോ? ഇറ്റ് ഈസ് ഹൈ ടൈമിന് ശേഷം ഒരു സബ്ജക്ട് വന്നാൽ എന്താ ഉപയോഗിക്കുക? V2 ഫോം ഓഫ് ദ വെർബ് ആണ് ഉപയോഗിക്കുക അല്ലെ? ഇറ്റ് ഈസ് ഹൈ ടൈമിന് ശേഷം സബ്ജക്ട് തന്നാല് V2 ഫോം. അതുകൊണ്ട് ഏതാ വരിക? ഫൗണ്ട്. ഇറ്റ് ഈസ് ഹൈ ടൈം യു ഫൗണ്ട് എ ജോബ്. ഇറ്റ് ഈസ് ഹൈ ടൈമിന്റെ റൂൾ ഇറ്റ് ഈസ് ടൈം അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഹൈ ടൈമിനൊക്കെ ശേഷം ഒരു സബ്ജക്ട്, ഇവിടെ ഏത് സബ്ജക്ട്? യു എന്ന് പറഞ്ഞ സബ്ജക്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്താ ഉപയോഗിക്കുക? V2 ഫോം. അടുത്ത ക്വസ്റ്റ്യൻ. ഐ വിഷ്ഡ് ഐ ഡാഷ് എ ഡോക്ടർ. ഐ വിഷ്ഡ് ഐ ഡാഷ് എ ഡോക്ടർ. ഡോക്ടർ വാസ് ആണോ, വേർ ആണോ, ആം ആണോ, ഹാഡ് ബീൻ ആണോ? ഐ വിഷ്ഡ് ഇപ്പൊ എല്ലാവരും തെറ്റിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വേർ അല്ല കേട്ടോ. വിചാരിച്ച എല്ലാവരും വേർ പറയുന്നു. വേർ അല്ല. ഐ വിഷ്ഡ് പ്രീവിയസ് PSC ഒരിക്കൽ പ്രീവിയസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഐ വിഷ്ഡ് ഐ ഹാഡ് ബീൻ എ ഡോട്ടർ എന്നാ പറയുക. ഐ വിഷിന് ശേഷം സിമ്പിൾ പാസ്റ്റും ഐ വിഷ്ഡിന് ശേഷം പാസ്റ്റ് പെർഫെക്റ്റ് ആണ് ഉപയോഗിക്കേണ്ടത്. ഐ വിഷിന് ശേഷം സിമ്പിൾ പാസ്റ്റും വിഷ്ഡിന് ശേഷം പാസ്റ്റ് പെർഫെക്റ്റും ആണ്. അതുകൊണ്ട് ഹാഡ് ബീൻ ആണ് വരിക, വേറല്ല. ഐ വിഷ്ഡ് ഐ ഹാഡ് ബീൻ എ ഡോക്ടർ. ഐ വിഷ്ഡ് ഐ ഹാഡ് ബീൻ എ ഡോക്ടർ. ഐ വിഷിന്റെയും ഐ വിഷ്ഡിന്റെയും CSEB-യിലും പ്രീവിയസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഐ വിഷിന് ശേഷം സിമ്പിൾ പാസ്റ്റും ഐ വിഷ്ഡിന് ശേഷം പാസ്റ്റ് പെർഫെക്റ്റും. ഐ വിഷിന് ശേഷം സിമ്പിൾ പാസ്റ്റ്, ഐ വിഷ്ഡിന് ശേഷം പാസ്റ്റ് പെർഫെക്റ്റ്. ക്ലിയർ ആയോ? ഇത്രയും റൂള് യൂസ്ഡ് പറഞ്ഞു, ഇൻ കേസിന്റെ പറഞ്ഞു, ഇറ്റ് ഈസ് വെർത്തിന്റെ പറഞ്ഞു, വുഡ് ലൈക്കിന്റെ പറഞ്ഞു, ഇറ്റ് ഈസ് ഹൈ ടൈമിന്റെ പറഞ്ഞു, ഐ വിഷിന്റെയും ഐ വിഷ്ഡിന്റെയും പറഞ്ഞു. ഇതിൽ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. യു ക്യാൻ മീറ്റ് അറ്റ് എ ഡാഷ് ടൈം. യു ക്യാൻ മീറ്റ് അറ്റ് എ ഡാഷ് ടൈം. ലേറ്റർ ആണോ, ലാസ്റ്റ് ആണോ, ലേറ്റർ ആണോ, ലേറ്റസ്റ്റ് ആണോ? യു ക്യാൻ മീറ്റ് അറ്റ് എ ഡാഷ് ടൈം. ലേറ്റർ LATTER ഉണ്ട്, LATER ഉണ്ട്. രണ്ടും രണ്ട് വേർഡ്സ് ആണ്, രണ്ട് മീനിങ് ഉള്ള വേർഡുകളാണ്. ഇതിൽ ഏതാ വരിക? A ആണോ, B ആണോ, C ആണോ, D ആണോ? യു ക്യാൻ മീറ്റ് അറ്റ് എ ഓപ്ഷൻ സി ലേറ്റർ കേട്ടോ. ഓപ്ഷൻ സി ആണ് LATER ലേറ്റർ. അതിന്റെ മീനിങ് എന്താ? LATERന്റെ മീനിങ് എന്താ? പിന്നീട് എന്നുള്ള അർത്ഥം. യു ക്യാൻ മീറ്റ് ഒരു പിന്നെ കാണാന്നുള്ള അർത്ഥത്തിൽ LATERന്റെ അർത്ഥം എന്താണ്? പിന്നീട്. LATTER അതിന്റെ മീനിങ് എന്താ? LATTER അത് രണ്ടാമത്തേത്. രണ്ട് കാര്യത്തിൽ എനിക്ക് രണ്ടാമത്തെയാണ് ഇഷ്ടം എന്നൊക്കെ പറയില്ലേ? അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് ലേറ്റർ ഉപയോഗിക്കാം. LATTER ഉപയോഗിക്കാം. LATER ലേറ്റർ ആണ്, LATTER ഉണ്ട്. അപ്പൊ LATERന്റെ മീനിങ് എന്താണ്? പിന്നീട്. LATTERന്റെ മീനിങ് എന്താണ്? രണ്ട് T ഉണ്ട്, അപ്പൊ രണ്ടാമത്തെ ആലോചിക്കാം. രണ്ട് T ഉണ്ട്, അപ്പൊ രണ്ടാമത്തെ.
ഇതിന്റെ ആൻസർ അപ്പൊ എന്താണ്? ഓപ്ഷൻ സി ആണ് കേട്ടോ. യു ക്യാൻ മീറ്റ് അറ്റ് എ ലേറ്റർ ടൈം. LATER. അടുത്ത ക്വസ്റ്റ്യൻ. എ ഗുഡ് മെനി